ഫ്രാൻസിസ് ജോർജിനും പി ജെ ജോസഫിന്റെ മകൻ അപ്പുവിനും കാര്യങ്ങളുടെ ഗൗരവം അത്രയ്ക്ക് അങ്ങോട്ടും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDF-ൽ ചവിട്ടും തൊഴിയും കൊണ്ട് കിടക്കുകയാണെങ്കിൽ LDF-ലേക്ക് വന്നാൽ സംരക്ഷണം നൽകാമെന്ന് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം ഒരു ഭംഗിവാക്ക് പറഞ്ഞിരുന്നു. സത്യത്തിൽ അതൊരു മധുര പ്രതികാരമായിരുന്നു. നടക്കുകയില്ലാത്ത കാര്യമായിരുന്നുവെങ്കിലും മാണി ഗ്രൂപ്പിനെ UDF-ലേക്ക് ക്ഷണിച്ചപ്പോൾ മാന്യതയുടെ പേരിൽ പോലും അതിനെ അനുകൂലിക്കാതെ അവരെ മുന്നണിയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന ശക്തമായ നിലപാടെടുത്ത് ഉറച്ചു നിന്നത് അന്ന് ജോസഫ് ഗ്രൂപ്പാണ്, അന്നും ഇന്നും. എന്നാൽ നിങ്ങൾ കഷ്ടപ്പാടിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകാതെ നിങ്ങളെ സഹായിക്കാമെന്നാണ് ജോസ് കെ മാണി പറയാതെ പറഞ്ഞു വെച്ചത്. അത് മാണി സാറിന്റെ ശൈലിയാണ്. അപ്പന് പിറന്നാൽ അപ്പടിയിരിക്കും. ഏതായാലും ജോസിന്റെ ആ പ്രഖ്യാപനത്തോടെ കോൺഗ്രസിന് ചെറിയ തോതിൽ ഒരങ്കലാപ്പുണ്ടായി. അതുകൊണ്ടെന്താ, പല രീതിയിൽ ഗ്രൂപ്പ് ചർച്ചകൾ നടന്നു. പക്ഷെ ജോസിന്റെ പ്രസ്താവനയുടെ കാതൽ മനസ്സിലാക്കാതെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ജോസിന് നേരെ ആക്രമണം ഉണ്ടായി. എന്നാൽ അപകടം മണത്തത് കോൺഗ്രസും. തറവാട്ടിലേക്ക് വന്നാൽ സംരക്ഷണം നൽകാമെന്ന വാക്കിനെ പിടിച്ചാണ് ജോസിനെ ആക്രമിക്കാൻ മുതിർന്നവരുൾപ്പെടെ കളത്തിലിറങ്ങിയത്. അതിന് അവർ പറയുന്ന ന്യായം തറവാട് ഇപ്പോൾ പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിനാണെന്ന്. അതെങ്ങനെ? ജോസഫ് ഗ്രൂപ്പ് നേതാക്കന്മാരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തറവാടിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. അപ്പോൾ കാണാം അതിൽ എറണാകുളത്ത് കടവന്ത്രയിൽ കുമാരനാശാൻ നഗറിലുള്ള ഒരാളാണ് ഇപ്പോഴതിന്റെ ഉടമസ്ഥനെന്ന്. എപ്പടി പുരിജിത? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴവിടെയുള്ളവരെല്ലാം നിങ്ങൾ ഉൾപ്പെടെ അതിഥി തൊഴിലാളികളോ കുടികിടപ്പുകാരോ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിരുന്നുകാരൻ വീട്ടുകാരനാവണ്ട, അവൻ വിരുന്നുകാരനായിട്ട് വന്നിട്ട് പോയാൽ മതി. ഉടമസ്ഥാവകാശം പറഞ്ഞുകൊണ്ട് കയറി ചെന്നാൽ ചിലപ്പോൾ വീട്ടുടമസ്ഥൻ ചവിട്ടി പുറത്താക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സാക്ഷാൽ ജോസ് കെ മാണി തന്നെ പറഞ്ഞതാ. 2019 പാർട്ടി വളർന്നപ്പോൾ പാർട്ടി ചിഹ്നവും മരവിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പി ജെ ജോസഫ് നടത്തിയ നീക്കങ്ങളെ ജോസിന്റെ അഭിഭാഷകൻ ഫലപ്രദമായി നേരിട്ട പാർട്ടിയും ചിഹ്നവും ജോസിൻ്റെതാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇലക്ഷൻ കമ്മീഷൻ, ഹൈക്കോടതി, സുപ്രീം കോടതി ഇവിടങ്ങളിലെല്ലാം നടന്ന് ഉത്തരവ് വാങ്ങി. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയം പി ജെ ജോസഫിന് മറ്റു വഴിയില്ലാതെ PC തോമസിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പേരും രജിസ്ട്രേഷനുമുള്ള കേരള കോൺഗ്രസിലേക്ക് ലയിപ്പിച്ചു. അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും PC തോമസിന്റെ പേരിൽ തന്നെയാണെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോസ് തിരിച്ചടിച്ചത്. ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർക്കാർക്കും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം കൂടിയായിരിക്കും ഇത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആധാരം അഥവാ രജിസ്ട്രേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ പ്രകടമായ തെളിവെന്ന് പറയുന്നത് പാർട്ടിയുടെ ചിഹ്നമാണ്. 75 ആദ്യ പിളർപ്പിൽ അന്ന് പി ജെ ജോസഫ് കൂടി അംഗമായ മാണി ഗ്രൂപ്പിനാണ് ചിഹ്നം അനുവദിച്ചു കിട്ടിയത്. തുടർന്ന് പി ജെ ജോസഫ് 79 പാർട്ടി വളർത്തി പുറത്തുപോയപ്പോഴും ചിഹ്നം മാണിയുടെ കൂടെയായിരുന്നു. 84 നിലനിൽപ്പിന്റെ ഭാഗമായി ജോസഫ് ഗ്രൂപ്പ് വീണ്ടും മുടിയനായ പുത്രനെ പോലെ തറവാട്ടിലേക്ക് തിരിച്ചെത്തി മാണി ഗ്രൂപ്പിൽ ലയിച്ചു. വീണ്ടും 87 കാലഘട്ടത്തിൽ പാർട്ടി വളർത്തിക്കൊണ്ട് ജോസഫ് പുറത്തുപോയപ്പോൾ ചിഹ്നം മരവിപ്പിക്കണമെന്ന ആവശ്യമുയർന്നു. അങ്ങനെയാണ് 2 ചിഹ്നം മാണി ഗ്രൂപ്പിന് സ്വന്തമായത്. പിന്നീട് 2010 ജോസഫ് ഗ്രൂപ്പ് വീണ്ടും തറവാട്ടിലെത്തി KM മാണിയുടെ കാല് പിടിച്ചു കരഞ്ഞു. ഒരു കട്ടിൽ സ്വന്തമാക്കി മാണി ഗ്രൂപ്പിൽ ലയിച്ചു. ഫ്രാൻസിസ് ജോർജ് എന്തെല്ലാം തൊടുന്യായങ്ങൾ പറഞ്ഞാലും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പി ജെ ജോസഫിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതോടുകൂടിയാണ് അവിടെ അവരുടെ ഇടയിൽ വീണ്ടും വിചാരമുണ്ടായത്. അതിനിടയിൽ തിരുവനന്തപുരം നഗരവികസന പദ്ധതിയിൽ അഴിമതി ഉണ്ടായി എന്ന പേരിൽ പി ജെ ജോസഫിന്റെയും മോൻസ് ജോസഫിന്റെയും TU കുരുവിളയുടെയും പേരിൽ വിജിലൻസ് അന്വേഷണത്തിന് നീക്കം നടന്നുവെങ്കിലും ഏതോ ഒരു നേതാവ് അവരെ സംരക്ഷിച്ചു നിർത്തി. അതിന്റെ അഹങ്കാരത്തിലാണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്, പിണറായി വിജയനുമായും ഇടതുപക്ഷവുമായും ഞങ്ങൾക്കുള്ള ബന്ധം ജോസ് കെ മാണിക്കില്ലെന്ന്. അത് ശരിയാ. ഏതായാലും ജോസ് കെ മാണി പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം: കീഴടങ്ങരുത്. എന്ന് വെച്ചാൽ 10-1 വിട്ടുകൊടുക്കരുത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10-ലും ഇത്തവണയും മത്സരിക്കണം.